ബി.ജെ.പിയുടെ കെണി ഇ.ഡി. എന്ന വലിയ കെണി ഇനി ഇന്ത്യ മുന്നണിയിലേക്കും. നേതാക്കളെ ഓരോന്നെടുത്ത് ഇ.ഡി. നോട്ടീസ് അയക്കുമ്പോൾ കള്ളപ്പണമല്ല വെളുപ്പിക്കുന്നത്, പകരം മോദിയെ വെള്ളപൂശാനായി എതിർചേരിയിൽ ഇരിക്കുന്നവർക്ക് താറടിക്കുന്ന പരിപാടിയാണിപ്പോൾ ബി.ജെ.പി ചെയ്തു കൂട്ടുന്നത്. ഭിന്നതകൾക്കും വിഭാഗീയതകൾക്കും മുറുമുറുപ്പുകൾക്കും ഒക്കെ അപ്പുറത്ത് ഇന്ത്യ മുന്നണി ബി.ജെ.പി എന്ന പൊതുശത്രുവിനെ മുൻനിർത്തി പാർട്ടികളെല്ലാം തന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറെടുക്കുമ്പോൾ 400 സീറ്റ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാവുമോ മുന്നണി എന്ന ഭയം കൊണ്ടുകൂടിയാണ് ഈ മുന്നണിയെ വിടാതെ പിന്തുടരുകയാണ് ഇ.ഡി. ഇപ്പോഴിതാ 86 വയസ്സുള്ള മുതിർന്ന പ്രതിപക്ഷ നേതാവിലേക്കാണ് കെണിയുടെ മറ്റൊരു വല വിരിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ളക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് വന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഫാറൂഖ് അബ്ദുള്ളക്ക് ഇ.ഡി. സമൻസ് അയച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 86-കാരനായ അബ്ദുള്ളയോട് ശ്രീനഗറിലെ ഇ.ഡി. ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ സമൻസ് അയച്ച പ്രതിപക്ഷ നേതാക്കളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ പേരാണ് ഫാറൂഖ് അബ്ദുള്ളയുടേത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്ന മറ്റു നേതാക്കൾ. 3 നേതാക്കളും ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് ഈ കെണി അത്ര നിസ്സാരമല്ല എന്ന്. ഓരോ ദിവസം ചെല്ലുന്തോറും രാഷ്ട്രീയ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ഒന്നും അത്ര സമാധാനത്തിന്റെയോ ശാന്തതയുടെയോ പാതയിലല്ല പോകുന്നത്. രാജ്യത്ത് ഏത് മൂലയിൽ നിന്നും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കാരണം ബി.ജെ.പി മെനയുന്നത് തന്ത്രങ്ങളൊന്നുമല്ല, പകരം കുതന്ത്രങ്ങളാണ്. അതിൽ മതമുണ്ട്, ജാതിയുണ്ട്, മനുഷ്യന്റെ വർണ്ണവും ലിംഗവും, ജനിച്ച സ്ഥലവും നാടും വീടും എല്ലാം അതിൽ പെടുന്നുണ്ട്. കൂടാതെ ഭരണം കൈയാളുന്നവരുടെ കയ്യിൽ കളിപ്പാവയായ ഉദ്യോഗസ്ഥ വൃന്ദം പ്രതിപക്ഷ നിരയെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടാൻ ഒരുങ്ങുമ്പോൾ ജനാധിപത്യം നിലച്ചു പോകുമെന്ന പേടി കോൺഗ്രസിന് മുന്നിലുണ്ട് താനും. ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന രാജ്യമായ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വിജയിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെയാണ്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വെറും 40% പോളിംഗ് മാത്രമാണ് ആ രാജ്യത്ത് രേഖപ്പെടുത്തിയതും ഒരു തലവനെ തെരഞ്ഞെടുത്തതും. എന്നാൽ ഇവിടെ പ്രതിപക്ഷ നിരയെ ഇ.ഡി.യെ കൊണ്ട് പിടിപ്പിച്ച് തുറങ്കിലടച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച് 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കാൻ ബി.ജെ.പി ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് സത്യത്തിൽ തലയിൽ കൈവച്ചു പോവുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകളിലൂടെയും ഒക്കെ കാര്യങ്ങൾ വളച്ചൊടിച്ച് ബി.ജെ.പി മുന്നോട്ട് കുതിക്കുമ്പോൾ എങ്ങനെ തലയിൽ കൈവെക്കാതിരിക്കും?